വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ ആക്ച്വലി സാംസങ്ങിന്റെ S23 സീരീസുകൾക്ക് നമുക്ക് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. മെയിലത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയിക്കും നമ്മുടെ സാംസങ്ങിന്റെ ചില S23 ഡിവൈസുകൾക്ക്, ചിലതല്ല ഒരു മെജോറിറ്റി ഡിവൈസുകൾക്കും ആക്ച്വലി ആഫ്റ്റർ നമ്മുടെ 1UI 7 അപ്ഡേറ്റിന് ശേഷം ഭയങ്കരമായിട്ട് ബാറ്ററി ഡൈനും അതുപോലെ തന്നെ എന്താ പറയുക പിന്നെന്താണ്ടാകുന്ന ബാറ്ററി ഡൈൻ മെയിനായിട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം അത് മാത്രമല്ലാണ്ട് ഭയങ്കര ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫിക്സ് ഒക്കെ കൂടിയിട്ടാണ് ഇപ്പോൾ ആക്ച്വലി പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ഞാൻ ആക്ച്വലി ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ നോർമൽ S23 ഞാൻ ചെയ്തിട്ടില്ല. അത് എൻ്റെ തൽക്കാലം എൻ്റെ കയ്യിലില്ല. 2 ദിവസത്തിനിടയിൽ നമുക്ക് ചെയ്യാം. എൻ്റെ അൾട്രയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൾട്രയിൽ ഇന്നലെ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഹീറ്റിംഗ് ഇഷ്യൂ കാരണമൊക്കെ കുറേയൊക്കെ സോൾവ് ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബാറ്ററി ഡ്രെയിനും നമ്മുടെ ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ S23 സീരീസുകൾക്കൊക്കെ നമ്മുടെ 1UI 7 അപ്ഡേറ്റിന് ശേഷം ഭയങ്കര ബാറ്ററി ഡ്രെയിൻ ആയിരുന്നു. അതായത് കാലത്ത് ചാർജ് ചെയ്ത് ചെയ്യുമ്പോഴേക്കും പകുതി ചാർജ് കഴിയും, അങ്ങനത്തെ സ്ഥിതിയായിരുന്നു. ആ സാധനം കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഫുള്ളി ഫിക്സബിൾ ആയിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല, എന്തായാലും കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ റിസ്ക് ഇപ്പോഴും ഉണ്ട്, പ്രത്യേകിച്ച് നിങ്ങളുടെ ഫോൺ ഔട്ട് ഓഫ് വാറന്റി ആണെങ്കിൽ. നമ്മുടെ കണ്ണട വർത്താനം പറഞ്ഞു നമ്മുടെ എന്താ പറയുക റിസ്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് സൂക്ഷിച്ച് മാത്രം അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ഫോൺ ഔട്ട് ഓഫ് വാറന്റി ഒക്കെ ഉള്ള ഫോണാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ കുത്തിയിട്ട് സ്മാർട്ട് സ്വിച്ച് ത്രൂ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഫുള്ളി ചാർജറായിട്ട് മാത്രം ചെയ്യാൻ നോക്കുക. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഇതുപോലത്തെ ഇഷ്യൂസ് വരുന്നത് കുറയ്ക്കാം. പക്ഷേ എന്നാലും 100% സേഫ് ഒന്നും അല്ല കേട്ടോ. നമുക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂ പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അത് പുതിയ അപ്ഡേറ്റ് എന്നല്ല, 2 ദിവസം ആയിട്ടില്ലെന്നുണ്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ചെയ്തത്. അപ്പോൾ എത്ര കാലം നമ്മൾ നോക്കി, എത്ര നേരം നോക്കി. ഞാനിപ്പോൾ ഇത് ഓൾമോസ്റ്റ് നമുക്ക് വൈകുന്നേരം ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു മീറ്റിങ്ങിന് പോയിട്ട് വരികയായിരുന്നു. അപ്പോൾ ഇതുവരെയായിട്ട് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എൻ്റെ ആക്ച്വലി അൾട്രയിൽ വലിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. ചെറിയ ഹീറ്റിംഗ് ഉണ്ടായിരുന്നു, വലിയ കാര്യമായിട്ടുള്ള ബാറ്ററി ഡൈനും സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. ഐഡിയൽ ടൈമിൽ അത്യാവശ്യം കുറച്ച് ബാറ്ററി ഡൈം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഫിക്സ് ആയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാലത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഓഫീസിൽ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ മീറ്റിംഗ് ടൈമിലൊക്കെ വെറുതെ വെച്ചപ്പോഴും ഫോൺ വലിയ കാര്യമായിട്ട് ബാറ്ററി അങ്ങനെ ഡ്രെയിൻ ആവുന്നില്ല. അത് ചെറുതായിട്ട് ഇഷ്യൂ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുറേയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഒരു 50% കുറേയൊക്കെ ഫിക്സ് ആയിട്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും റെക്കമെൻഡ് ആയിട്ടൊരു അപ്ഡേറ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ല തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയിക്കുമല്ലോ. അപ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ എന്താ പറയുക സൈബർ സെക്യൂരിറ്റി സൈഡിൽ നമ്മൾ ഭയങ്കരമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കേണ്ട ഒരു സമയമാണ്. എന്താ വെച്ചാൽ അത്ര അധികം സൈബർ ത്രെട്ടും ഒക്കെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആക്ച്വലി ഈ അപ്ഡേറ്റ് വരുന്നത് തന്നെ. അപ്പോൾ അത് നമ്മുടെ ഒരു എന്താ വെച്ചാൽ നമ്മുടെ ഒരു ഡിവൈസ് സേഫായി വെക്കുന്നത് ഈ അപ്ഡേറ്റ് ചെയ്യുന്നതും എന്താ വെച്ചാൽ നമ്മൾ ഈ ബഗ് ഫിക്സുകൾ ഉണ്ടല്ലോ, നമുക്ക് ചില ലൂപ്പ് ഹോളും സംഭവമൊക്കെ ഉണ്ടായിരിക്കും. നമ്മുടെ ഫോൺ ഹാക്ക് ആവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി ഇഷ്യൂസ് വരുന്ന എന്തെങ്കിലും ഒരു ബഗ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ അപ്ഡേറ്റ് ആണ് ആക്ച്വലി ഒരു സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആയിട്ട് വിടുന്നത് എല്ലാ മാസവും. നമ്മുടെ ആപ്പിൾ ആയിക്കോട്ടെ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ. പക്ഷേ അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാണ്ടിരിക്കുമ്പോൾ ആ സെക്യൂരിറ്റി ലൂപ്പ് ഹോൾ അവിടെ പിന്നെയും കിടക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഫോൺ അത്രയും ഹാക്ക് ആവാനോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇഷ്യൂ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ മാസവും ചെയ്യണമെന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഒരു സൈഡ് സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് ഒരു ശരിക്കും സത്യം പറഞ്ഞാൽ സാംസങ്ങിൻ്റെ പേര് അത് കാരണം പോയിട്ട് സത്യം പറയാലോ. ഇപ്പോൾ സാംസങ് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് പേടിയാണ് ശരിക്കും. ഞാൻ അത് റീസെൻ്റ്ലി കണ്ടതാണ്. എന്ന് വെച്ചാൽ OLX ഞാൻ നിങ്ങൾക്ക് അറിയിക്കും, ഞാൻ അതുപോലെ കുറേ ഫോണുകൾ വാങ്ങിച്ചിട്ട് വിൽക്കാനുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ Xiaomi 15 വിൽക്കാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ Pixel 9 ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് ഒരു S23 ഇട്ടിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ടൈമിൽ ശരിക്കും എനിക്ക് മനസ്സിലായി ഇപ്പോൾ സാംസങ്ങിൻ്റെ ശരിക്കും ബ്രാൻഡ് വാല്യൂ അല്ലെങ്കിൽ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ആൾക്കാർ അതിനെ ഇത്ര കാലം S23 സമയത്തൊക്കെ ഭയങ്കരമായിട്ട് സെയിൽ നടക്കുന്ന സാധനമായിരുന്നു. ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നതോടെ അവർ അടപ്പൂരി സത്യം പറഞ്ഞു. ഇനി അവർ ഫിക്സ് ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. നമ്മൾ OnePlusൻ്റെ ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്ന പോലെയാണ് അവർ. പക്ഷേ ഇപ്പോൾ 13 സീരീസിൽ അതിന് പുതിയ ടെക്നോളജിയും അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് ഫ്രണ്ട് ഒക്കെ വന്നിട്ട് അത് ഓൾമോസ്റ്റ് ഇപ്പോൾ പിടിച്ചു. ഇപ്പോൾ അത്യാവശ്യം സെയിൽസ് ഉണ്ട്. 13 നല്ല സെയിൽസ് ഉണ്ട്. അതിൻ്റെ സെക്കൻഡ് ഹാൻഡ് പീസ് പോലും കിട്ടാല്ലേ. അപ്പോൾ എൻ്റെ ഉണ്ടാകുന്ന സാധനം ചൂടാപ്പം വില വിറ്റ് പോയത്. അപ്പോൾ അത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ അപ്ഡേറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അത് ഹൈ റെക്കമെൻഡ് ആയിട്ടുള്ള അപ്ഡേറ്റ് തന്നെയാണ്. ഒരു എന്താ പറയുക ബ്രാക്കറ്റിൽ കൊടുക്കാനുള്ളത് എസ്പെഷ്യലി നിങ്ങളുടെ ഫോൺ അണ്ടർ വാറണ്ടി ആണെങ്കിൽ കേട്ടോ. മറ്റത് സ്വന്തം റിസ്കിൽ ചെയ്യാമെന്ന് പറയാൻ പറ്റുള്ളൂ, അല്ല അങ്ങനത്തെ ഒരു സ്ഥിതിയാണ്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് മാത്രം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ 2 ചാനൽസ് കാണുന്നത് പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളേതാ കമൻറ്റ് പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാട്ടെ, പേജ് ഫോളോ അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസിലാണ് ക്വാളിഫൈഡ് ആണ്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ നോക്കി നമുക്ക് ഡീറ്റെയിൽ കാര്യങ്ങൾ കിട്ടും. അപ്പോൾ അടുത്ത കാണാം.